ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ SGST എങ്ങനെ ചെയ്യണമെന്നും അതുപോലെ തന്നെ CGST എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ട്രാൻസാക്ഷനിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ SGSTയും CGSTയും ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അവസാനം അതിനെ സെറ്റ് ഓഫ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള IGST, അതായത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ ചെറിയൊരു ഏരിയയാണ്, ടോപ്പിക്കാണ്, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ കൂടെ തന്നെ പറയാമായിരുന്നു, പക്ഷേ അത് കൺഫ്യൂഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ മറ്റൊരു ക്ലാസ്സിലേക്ക് ഇതിനെ മാറ്റിയത്. ഓക്കെ, IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് ചുമത്തുന്ന ടാക്സ് ആണ് SGST എന്നും കേന്ദ്ര ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് IGST എന്നും ഉള്ളത്. ഇതിന്റെ രണ്ടിന്റെയും കമ്പൈൻഡ് ഫോം ആണ് IGST എന്നുള്ളത്. ഈ IGST ഇമ്പോസ് ചെയ്യുന്നത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ആണ്. അതായത് രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോഴാണ് IGST എന്ന് പറയുന്ന ഒരു ടാക്സ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നത്. ഈ ടാക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എന്ത് ചെയ്യാം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസാക്ഷന്റെ ഷീറ്റ് ഇവിടെ കാണിക്കാം. നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. ഓക്കെ, വീഡിയോ പോസ്റ്റ് ചെയ്യുക, എഴുതിയെടുക്കുക. എല്ലാവരും അത് എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷനിൽ നിങ്ങൾ ആ സംഗതി ഒന്ന് നോക്ക്. പാസ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ജോൺ ഓഫ് ചെന്നൈ. ചെന്നൈയിലുള്ള ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബിസിനസ് ബുക്കിലെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അസ്യൂമിങ് CGST 9% ആൻഡ് SGST 9%. ചെന്നൈയിലുള്ള ഈ ജോണിന്റെ ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും കേസിൽ SGSTയോ CGSTയോ വരാൻ ഇടയായിട്ടുണ്ടെങ്കിൽ 9% ആണ് നിങ്ങൾ ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത്. അതായത് SGST 9, CGST 9. ഇനി IGST എന്ന് പറയുന്ന കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു സാധനം, അതായത് ചെന്നൈയിലുള്ള ഈ വ്യക്തി കേരളത്തിലുള്ള ഒരു വ്യക്തിക്കാണ് എന്തെങ്കിലും സാധനം വിൽക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലുള്ള വ്യക്തിയും ഈ ചെന്നൈയിൽ പറയുന്ന ജോണുമായിട്ടാണ് ഡീലിങ്സ് എങ്കിൽ ഈ പറയുന്ന രണ്ട് ടാക്സും അല്ല ഇവിടെ വരിക. IGST എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടാക്സ് ആണ് വരിക. അപ്പൊ അതെങ്ങനെയാ വരിക? ഇവിടെ SGSTയും CGSTയും 9% ആണ്. അപ്പോൾ അത് IGST എന്ന് പറയുന്നതിലേക്ക് വരുമ്പോൾ അത് 9ഉം 9ഉം 18% ആവും, 18% ആകും. നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്ത് നോക്കാം. ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാൾ നല്ലത് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്ക്. പർച്ചേസ്ഡ് ഗുഡ്സ് 7 lakh ഫ്രം ബീഹാർ. ഇവിടെ തന്നെ അത് വന്നിട്ടുണ്ട്. ബീഹാറിൽ നിന്നാണ് നമ്മൾ ഒരു സാധനം മേടിക്കുന്നത്. അതായത് ചെന്നൈയിലുള്ള ജോണ് ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള കസ്റ്റമറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന്, സപ്ലയറിൽ നിന്ന് സാധനം മേടിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ആരെടുത്താണ് മേടിക്കുന്നത്? ആളുടെ പേര് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളുടെ പേര് അവിടെ കാണിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഈ കേസിൽ IGST ആണ് ഇമ്പോസ് ചെയ്യുന്നത്. കാരണം ഡിഫറെന്റ് സ്റ്റേറ്റ് ആണ് ചെന്നൈയും ബീഹാറും. ചെന്നൈ മീൻസ് മദ്രാസ്, തമിഴ്നാട്, ബീഹാർ എന്ന് പറഞ്ഞാൽ ബീഹാർ തന്നെ. ഓക്കെ, അപ്പൊ എങ്ങനെയാ ജേണൽ എൻട്രി വരിക? ഈസ് അക്കൗണ്ട് DR. എത്രയാ പൈസ? 7 lakh. ഞാൻ ജേണൽ എൻട്രിന്റെ കള്ളിയൊന്നും വരച്ചിട്ടില്ല കേട്ടോ. ഇൻപുട്ട് IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. 7 lakhന്റെ 9ഉം 18% കാണണം. 7 lakh into 18%. ഇത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക, അതിൽ എഴുതണം. ഈ എമൗണ്ട് ആണ് വരിക. എത്ര? 7 lakhന്റെ 18% 1,26,000. അപ്പോൾ ബീഹാറിൽ നിന്ന് 7 ലക്ഷം രൂപയുടെ ഒരു സാധനം ചെന്നൈയിലുള്ള ഒരു വ്യക്തി പർച്ചേസ് ചെയ്യുമ്പോൾ അദ്ദേഹം 18% ടാക്സ് അതിന് കൊടുക്കണം. IGST ആയിട്ട് അതിന് കൊടുക്കണം. ഈ IGST എന്ന് പറയുന്നത് ബീഹാറിലുള്ള ടാക്സ് 9%, അതുപോലെ ചെന്നൈയിലുള്ള ടാക്സ് 9%. അപ്പോൾ ഈ 18% 1,26,000 ഉണ്ട്. അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് നേരിട്ട് കിട്ടുകയാണ് ചെയ്യുക. അവരെന്ത് ചെയ്യും? ബീഹാർ സ്റ്റേറ്റിനും പിന്നെ മറ്റേ സ്റ്റേറ്റിനും വീതിച്ചു കൊടുക്കുകയാണ് നോർമലി ചെയ്യുക. ഓക്കെ, 1,26,000. ഇനി എന്താ ചെയ്യേണ്ടത്? ടു ക്രെഡിറ്റേഴ്സ്. ഇവിടെ ക്രെഡിറ്ററുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്ററിന്റെ പേര് കൃത്യമായിട്ട് കാണിക്കാം കേട്ടോ. 7 lakh 8,26,000.
ഇങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രി വരിക. ഇതിൽ യാതൊരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. പർച്ചേസ് ചെയ്യുമ്പോൾ 2 സ്റ്റേറ്റുകൾ തമ്മിൽ ഇടയിലുള്ള ആൾക്കാരാണ് പർച്ചേസിങ് ആ ഇടപാടിൽ ഉള്ളത്. അതുകൊണ്ട് IGST എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത്. സോ 18% ആണ്. 18% 7 lakhന്റെ 1,26,000 ആണ്. അങ്ങനെ 7 and 1,26,000 that is 8,26,000 ആർക്ക് കൊടുക്കണം? നമ്മൾ ഈ ക്രെഡിറ്റർക്ക് കൊടുക്കണം. ക്ലിയർ? ഇനി അതവിടെ ക്ലോസ് ചെയ്യാം. അടുത്ത ട്രാൻസാക്ഷൻ, ഇതിന്റെ നറേഷൻ ഒക്കെ കൊടുക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ നറേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ 4 lakh ടു കേരള. കേരള സ്റ്റേറ്റിലുള്ള ഒരു വ്യക്തിക്കാണ് തമിഴ്നാട്ടിലുള്ള ചെന്നൈയിലുള്ള ഈ വ്യക്തി സെയിൽ ചെയ്തത്. അതും ആളുടെ പേര് പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരാളുടെ പേര് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ആ ഡെറ്ററുടെ പേര് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഡെറ്ററുടെ പേരൊന്നും പറയുന്നില്ല, ഡെറ്റർ തന്നെ ഉപയോഗിക്കാം. ഡെറ്റർ അക്കൗണ്ട് ഡെബിറ്റ് അല്ലെ, സെയിൽസ് ആണ്. അതുകൊണ്ട് ടു ഔട്ട്പുട്ട് IGST ടു സെയിൽസ്. അപ്പോൾ സെയിൽസ് എത്രയായിരുന്നു? 4 lakh ആണ്. 4 lakh. ആ 4 lakhന്റെ 18% വരും IGST. 4 lakhന്റെ 18%. 4 lakhന്റെ 18% എന്ന് പറയുന്നത് 72,000 ആണ് വരിക. 72,000. അങ്ങനെ 4,72,000 ആണ് ടോട്ടൽ നമുക്ക് ആരുടെ നിന്ന് കിട്ടുക? ഈ പറയുന്ന ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് കിട്ടുക. ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, പർച്ചേസ് ചെയ്തപ്പോൾ IGST ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അത് SGSTയും CGSTയും കമ്പൈൻഡ് ആയിട്ടുള്ളതാണ്. അത് രണ്ടും എത്രയാണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് 9 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടും കമ്പൈൻ ആവുമ്പോൾ 18 ആവും. അപ്പോൾ 7 lakhന്റെ 18 1,26,000 ദാറ്റ് ഈസ് 8,26,000 ആണ് നമുക്ക് ഇയാൾക്ക് കൊടുക്കേണ്ട പൈസ. ഇനി അതുപോലെ തന്നെ ഈ മേടിച്ച സാധനം നമ്മൾ വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ ഔട്ട്പുട്ട് എന്നാണ് വരിക? ഔട്ട്പുട്ട് IGST എന്ന് വരും. 4 lakhന്റെ 18% അത് 72,000 ആണ് വരിക. അങ്ങനെ 4 lakhും 72,000ഉം 4,72,000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഡെറ്റർ ഇങ്ങോട്ട് തരും. ഓക്കെ, അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇത്രയാണ് പർച്ചേസും സെയിൽസിന്റെയും കേസിൽ ഉള്ളത്. ഓക്കെ, ഇനിയുള്ള എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ. ഇനി തൊട്ട് താഴത്ത് നോക്ക്, സോൾഡ് ഗുഡ്സ് വർത്ത് ₹8 lakh ഓൺ ക്രെഡിറ്റ് ഇൻ ദി സെയിം സ്റ്റേറ്റ്. അതായത് ഇവിടെ ചെന്നൈയിലുള്ള വ്യക്തി വിൽക്കുന്നത് 8 lakh rupeesനാണ്. ആ 8 lakh ആ ചെന്നൈ തന്നെയുള്ള അല്ലെ തമിഴ്നാട് സ്റ്റേറ്റിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിക്കാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ 8 lakhന് നിങ്ങൾ എന്താ ഇവിടെ വരിക? ഇവിടെ IGST അല്ല വരിക, SGSTയും CGST ആണ് വരിക. നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാ വരിക? ഡെറ്ററുടെ പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഡെറ്റർ അക്കൗണ്ട് ഡെബിറ്റ് എത്രയാ? 8 lakh അല്ലേ? SGST ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് SGST, CGST ഇൻപുട്ട് അല്ലേ? 9% അല്ലേ? 8 lakhന്റെ 9%, ഇവിടെയും 8 lakhന്റെ 9%, 72,000 എന്നാണ് വരിക കേട്ടോ. 72,000 ടു സെയിൽസ്. 72,000 അങ്ങനെ ടോട്ടൽ എത്ര വരിക? 8 lakh. അങ്ങനെയാകുമ്പോൾ ഈ എമൗണ്ട് എല്ലാം ഇവിടെ വരിക 8,72,000 8 ലക്ഷവും പിന്നെ 72,000 അങ്ങനെ ടോട്ടൽ 9,44,000 എന്നാണ് ഇവിടെ വരിക. 9,44,000 മനസ്സിലായിട്ടുണ്ടോ? ഇതെന്തുകൊണ്ടാ ഇവിടെ IGST വരാതിരുന്നത്? ഇവിടെ എന്തുകൊണ്ടാണ് IGST വരാതിരുന്നത്? ഇവിടെ ചെന്നൈ എന്ന് പറയുന്ന തമിഴ്നാട് സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള ഒരു വ്യക്തി ആ സ്റ്റേറ്റിന്റെ ഉള്ളിലെ മറ്റൊരു വ്യക്തിക്കാണ് എന്ത് ചെയ്യുന്നത്? സെയിൽസ് നടത്തുന്നത്. ഓക്കെ, അപ്പോ ഡെറ്റർ എന്തുണ്ട്? സെയിൽസ് നടക്കുന്ന എമൗണ്ട് 8 lakh ആണ്. അതിന്റെ 9% 72,000, 8 lakhന്റെ 9% CGST ആയിട്ട് 72,000. ഇത് രണ്ടും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെറ്റർക്ക് കൊടുക്കേണ്ട മൊത്തം പൈസ, ആ ഡെറ്ററിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട മൊത്തം പൈസ 9,44,000 എന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. ഇതും നിങ്ങൾ അവസാനം നമുക്ക് അങ്ങോട്ട് കൊടുക്കാനാണോ ഇങ്ങോട്ട് കിട്ടാനാണോ എന്നുള്ളൊരു
അവസാനം പേ ചെയ്യാനാണോ കിട്ടാനുള്ളതാണോ എന്ന് കണ്ടുപിടിക്കണ്ടേ? അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇൻപുട്ട് SGST ഉണ്ടോ അതെല്ലാം ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, അത് SGST ആയിക്കോട്ടെ IGST ആയിക്കോട്ടെ അതിനൊന്നും മാറ്റമില്ല. എല്ലാ ഔട്ട്പുട്ടിനെ എടുത്ത് ഡെബിറ്റിലിടുക, എല്ലാ ഇൻപുട്ടിനെ എടുത്ത് ക്രെഡിറ്റിലിടുക. എന്നിട്ട് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അത് ഔട്ട്പുട്ടാണ് കൂടുതലെങ്കിൽ എന്നും പറഞ്ഞ് പേയബിൾ എന്നും പറഞ്ഞിട്ടാണ് വരിക. ഇനി ഇൻപുട്ടാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്താണ് കൂടുതലെങ്കിൽ അത് റിസീവബിൾ എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കണക്ക് വരിക. അത് ഞാനിവിടെ ഒന്ന് എഴുതി തരാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മുടെ അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം 60,000. 60,000 രൂപ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, എഴുതണം. എങ്ങനെ വരിക? ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് DR അല്ലേ ടു ക്യാഷ്. ഇവിടെ പേ ചെയ്യുന്നതാണല്ലോ, അപ്പൊ ഇൻപുട്ട് ആണ് വരിക. ഇൻപുട്ട് SGST, ഇൻപുട്ട് CGST. എത്ര എമൗണ്ട്? അതിൻ്റെത് 60,000 ആണ്. 60,000ന്റെ 9%, 5,400. ഇവിടെയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, 5,400. അപ്പം 10,800, 70,800 ആണ് ടോട്ടല് ഉണ്ടാവുക. ഓക്കെ, ഒന്നുമില്ല, ഡെബിറ്റും ക്രെഡിറ്റും ആണത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നത്. ഓക്കെ, അത് അവിടെ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇതുപോലെ അടുത്ത ട്രാൻസാക്ഷൻ ചെയ്യണം. ബോട്ട് കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് യൂസ്. ഓഫീസിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ മേടിച്ചു. ഒന്നുമില്ല, ഇങ്ങോട്ട് മേടിക്കുന്നു, പൈസ കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ കമ്പ്യൂട്ടർ അക്കൗണ്ട് DR അല്ലേ, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ടു ക്യാഷ്. ഇൻപുട്ട് SGST, ഇൻപുട്ട് CGST. രണ്ടും 9% ആണ്. അപ്പൊ അതിന്റെ എമൗണ്ട് എത്രയാ വന്നത്? 1 lakh ആണ്. 1 lakhന്റെ 9% എത്രയാ? 9,000. അപ്പോൾ 1,18,000. ഇങ്ങനെയാണ് ടോട്ടല് വരിക. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടോ? ഒന്നുമില്ല, കമ്പ്യൂട്ടർ മേടിച്ചു, 1 ലക്ഷമാണ് അതിന്റെ കമ്പ്യൂട്ടറിന്റെ വില. അപ്പോൾ ആ സാധനം മേടിക്കുന്നതിന്റെ മുകളിൽ നമുക്ക് 9% SGSTയും അതുപോലെ 9% CGSTയും കൊടുക്കണം. ഇത് രണ്ടും 1 lakhന്റെ 9% ആണ് കാണുക. ആ എമൗണ്ട് ആണ് ഇതും ഇതും. അപ്പൊ ടോട്ടൽ കമ്പ്യൂട്ടറിന്റെ വില ടാക്സ് എത്രയാ ടോട്ടൽ വരിക? 1,18,000. ഇങ്ങനെ കംപ്ലീറ്റ് കൊടുക്കുക. ഇപ്പൊ ഓരോ ട്രാൻസാക്ഷൻ്റെ അകത്തും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഒന്നുകിൽ ഔട്ട്പുട്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ട്. അത് ചിലത് SGST CGST ഉള്ള സാധനം, ചിലത് IGST എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇതിനൊക്കെ നമുക്ക് കമ്പൈൻഡ് ചെയ്തിട്ട് ഒരൊറ്റ ഫ്രെയിമിലേക്ക് മാറ്റണം. എന്നിട്ടാണ് അങ്ങോട്ട് കൊടുക്കാനാണോ അതുപോലെ ഇങ്ങോട്ട് കിട്ടാനാണോ എന്നുള്ള സംഗതി നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. നമുക്കിവിടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ടാക്സ് എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. അപ്പോൾ ഞാനിവിടെ SGST CGST IGST നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട്, അതായത് അങ്ങോട്ട് കൊടുക്കാനുള്ളത് നമ്മൾ വാങ്ങി വെച്ചിട്ട് കയ്യിലുണ്ട്, അത് ഇനി അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ 72,000 ആണ് 3 ഉള്ളത്. അത് നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിന്ന് മനസ്സിലാവും. കാരണം ഔട്ട്പുട്ടിന്റെ കാറ്റഗറി നോക്കുമ്പോൾ രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ ഔട്ട്പുട്ട് IGST 72,000 ഉണ്ട്. മൂന്നാമത്തെ ജേണൽ എൻട്രിയിൽ ഔട്ട്പുട്ട് CGSTയും SGSTയും 72,000 വീതമുണ്ട്. ആ പൈസയാണ് ഈ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അത് ഔട്ട്പുട്ടാണേ ഇത് 3. ഇനി ഇൻപുട്ടിനെ കുറിച്ച് നോക്കാം. ഇൻപുട്ട് SGSTയുടെ ഹെഡിങ് ആണ് ഇത് CGST, ഇത് IGST. ഓക്കെ, SGST CGST IGST. SGST 5,400 ഉണ്ട്. അതായത് ഇൻപുട്ട് SGST 5,400 ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾ എഴുതി വെച്ച ജേണൽ എൻട്രിയിൽ നോക്കിയാൽ കിട്ടും. രണ്ടാമത് 9,000 പറയുന്നുണ്ട്. അങ്ങനെ അത് രണ്ടും കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് 14,400 എന്നുള്ളത് അവിടെ എഴുതി. അതായത് ഔട്ട്പുട്ടിൽ നിന്ന്
മൈനസ് ചെയ്യേണ്ടതാണല്ലോ ഇൻപുട്ട്. അപ്പോ 72,000 14,400 ടോട്ടൽ ഇൻപുട്ട് മൈനസ് ചെയ്തപ്പോൾ 57,600 കിട്ടി. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതിന്റെ താഴത്തെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം CGST കോളത്തിലേക്ക് വരിക. CGST ഔട്ട്പുട്ട് 72,000 ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലെസ് ഇൻപുട്ട് 5,400, ഇവിടെ ഉള്ളത് പോലെ തന്നെ 5,400 ഉണ്ട്, പിന്നെ ഒരു 9,000 വീണ്ടും ഉണ്ട്. അത് രണ്ടും കൂട്ടിയിട്ട് അതും 14,400 ടോട്ടൽ കിട്ടി. അപ്പോ 72,000 14,400, അതായത് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് കുറച്ചതിന് ശേഷം 57,600 എന്നുള്ള ഒരു സംഖ്യ വന്നു. അത്രയും മനസ്സിലായല്ലോ. ഇവിടെ 57,600, ഇവിടെ 57,600. അതിന്റെ താഴോട്ടുള്ളത് നിങ്ങൾ ഇപ്പം നോക്കണ്ട. ശേഷം IGST ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 72,000 ആണ്. അത് ആദ്യം നമ്മൾ എഴുതി ഞാൻ മെൻഷൻ ചെയ്ത സംഗതി തന്നെ. ഇനി ഇൻപുട്ട് IGST, അതായത് ഒന്നാമത്തെ പർച്ചേസ് എന്നുള്ള ആ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഇൻപുട്ട് IGST എന്ന് പറഞ്ഞിട്ട് 1,26,000 ഉണ്ട്. അത് വിറ്റപ്പോഴാണല്ലോ ഔട്ട്പുട്ട് IGST ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണോ, ഇത് നമ്മൾ അങ്ങോട്ട് കൊടുത്തതാ, പക്ഷെ നമുക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ വാങ്ങിയ വലിയൊരു പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ സെയിൽസ് അതിനനുസരിച്ച് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് കുറഞ്ഞു പോയത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും നമ്മൾ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 54,000 രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാ, റിസീവബിളാ. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും അങ്ങോട്ട് കൊടുക്കാനുണ്ട്, ഈ പൈസ കൊടുക്കാനുണ്ട്, ഈ പൈസ കൊടുക്കാനുണ്ട്. SGSTന്റെ കാര്യത്തിലും CGSTന്റെ കാര്യത്തിലും. പക്ഷേ IGSTന്റെ കാര്യത്തിൽ 54,000 നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ IGST എന്നുള്ള ഈ 54,000 നമുക്ക് ഇങ്ങോട്ട് കിട്ടാനല്ലേ, അപ്പൊ 57,600 കൊടുക്കാനുണ്ട്. ആ 57,600 നിന്ന് 54,000 കിട്ടാനുള്ളത് അങ്ങ് മൈനസ് ചെയ്തു. ഇനി നമ്മൾ എത്രയേ കൊടുക്കേണ്ടതുള്ളൂ? അവിടെ IGST 33,600 കൊടുക്കേണ്ടതായിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ യാതൊരു ചേഞ്ച് സംഭവിക്കുന്നില്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇറക്കി ഇവിടെ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഈ 54,000 എന്നുള്ള സംഗതി ഞാൻ എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് 0 ആയി. മനസ്സിലാകുന്നുണ്ടോ? 72,000 1,26,000 നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, ഇത് അങ്ങോട്ട് കൊടുക്കാനുള്ളതാ. അപ്പോൾ ഈ കൊടുക്കാനുള്ളതെന്ന് കിട്ടാനുള്ള കുറച്ചപ്പോൾ ഇത്ര വന്നു. അത് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ഈ കൊടുക്കാനുള്ളതിൽ നിന്നും കുറച്ചു 3,500 ആയി, 3,600 ആയി. അപ്പൊ ഇനി SGST 57,000 നമ്മൾ കൊടുക്കാനുണ്ട്, IGST ഒന്നുമില്ല, 0 ആയി, CGST 3,600 ആയി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആ ജേണൽ എൻട്രി കൃത്യമായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഏരിയ കാണേണ്ടതുള്ളൂ. അപ്പോൾ ഇതിന്റെ ജേണൽ എൻട്രി നമുക്ക് എങ്ങനെ വരാം? ഔട്ട്പുട്ട് CGST എത്രയാ വരിക? 3,600. ഇനി ഔട്ട്പുട്ട് SGST 57,000 ടു ഇൻപുട്ട് ടാക്സ് പേയബിൾ എത്രയാ? 57, 58, 59, 60, 600. സോറി, 61,200 അല്ലേ? ഇത് ഡെബിറ്റ് ആണ്, ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഡെബിറ്റിലെ എമൗണ്ട് ആണ്, ഇത് ക്രെഡിറ്റിലെ എമൗണ്ട് ആണ്. ഓക്കെ, ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ എഴുതി പോയത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഔട്ട്പുട്ട് ഡെബിറ്റിലുള്ളത് ഔട്ട്പുട്ട് SGST ഡെബിറ്റിലുള്ളത് ടു ഇൻപുട്ട് ടാക്സ് പേയബിൾ എന്നുള്ളത് ക്രെഡിറ്റ് എമൗണ്ട് ആണ്, ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സംഗതി ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. പക്ഷെ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പലപ്പോഴും അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം എന്താണ് എന്നുള്ളത്. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ, ചോദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പൊതുവിൽ കാണാറില്ല അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. പക്ഷേ SGSTയും CGST ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ കാണാറും ഉണ്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു കേസിൽ IGSTയും കൂടി ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻ തന്നു നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാണ്ടായി പോകരുത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. IGST, CGST, SGST ക്ലാസ് കംപ്ലീറ്റഡ് ആയി. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം. ബൈ.